ഹായ് ഫ്രണ്ട്സ്, +2 പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് റോബർട്ട് ബാൾവിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. പാഠഭാഗം നമുക്കറിയാം. അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന വൺ ആക്ട് പ്ലേയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് റോബർട്ട് ബാൾവിൻ. അപ്പോൾ റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ചിലേക്ക് നമുക്ക് നോക്കാം. റോബർട്ട് ബാൾവിൻ ഇൻ ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത്. ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ആ ഡ്രാമയുടെ, ആ നാടകത്തിലെ ഏറ്റവും കേന്ദ്ര കഥാപാത്രമാണ് റോബർട്ട് ബാൾവിൻ എന്നത്. ഹി വാസ് ആൻ എംപ്ലോയി ഇൻ എ ബാങ്ക്, അല്ലെ? അദ്ദേഹം ഒരു ബാങ്കിലെ എംപ്ലോയി ആണ്. ഗ്രേഷം എന്ന് പറയുന്ന വ്യക്തിയുടെ ബാങ്കിലെ എംപ്ലോയി ആണ്. ഹി വാസ് എ മാൻ ഓഫ് ട്രൂത്ത് എന്ന്. അദ്ദേഹം എന്താണ്? മാൻ ഓഫ് ട്രൂത്ത് ആണ്. മാൻ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 100% സത്യസന്ധനായ വ്യക്തിയാണ്. അവനവനോട് പോലും സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. He was not ready to accept the bribe money offered by his friend Gresham. തന്റെ സുഹൃത്ത് ഗ്രേഷം ബ്രൈബായിട്ട്, കൈക്കൂലിയായിട്ട് നൽകിയ $100,000 അദ്ദേഹം എന്ത് ചെയ്തില്ല? വാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. അത്രയും ഹ്യൂജ് എമൗണ്ട് ആയിട്ട് പോലും. He was the only witness against Gresham at court. എന്ന കോടതിയിൽ ഗ്രേഷത്തിനെതിരായിട്ടുള്ള ഒരേ ഒരു വിറ്റ്നസ്, ഒരേ ഒരു സാക്ഷി അദ്ദേഹമാണ്, അല്ലേ? അതിനുവേണ്ടിയാണ് ആ സാക്ഷി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയണം? ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു സംഖ്യ ഓഫർ ചെയ്തത്. ഹി സ്റ്റുഡ് ഫേം ഫോർ ഹിസ് ട്രൂത്ത്ഫുൾനെസ്. എന്ന റോബർട്ട് ബാൾവിൻ തന്റെ ട്രൂത്ത്ഫുൾനെസ്, തന്റെ സത്യസന്ധതയിൽ ഫേം ഉറച്ച് നിലകൊണ്ടു. The members of his family prompted him to accept the bribe money offered by Gresham. ഗ്രേഷം ഓഫർ ചെയ്തിട്ടുള്ള ബ്രൈബ് മണി, കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവരും അദ്ദേഹത്തെ പ്രോംപ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു, ഫോഴ്സ് ചെയ്തു. അദ്ദേഹത്തിന്റെ വൈഫ് മാർത്ത, അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ജോൺ, ഇവരൊക്കെ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്തെങ്കിലും അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറായില്ല. He was very honest. അദ്ദേഹം വളരെയധികം സത്യസന്ധനാണ്. He got a good offer, അല്ലെ? അവസാനം, ഈ നാടകത്തിന്റെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഓഫർ ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന് കിട്ടി. മാർഷൽ ഓഫേർഡ് ഹിം എ ഗുഡ് പൊസിഷൻ ഇൻ തേർഡ് നാഷണൽ ബാങ്ക്. മാർഷൽ എന്നുള്ള വ്യക്തി തന്റെ തേർഡ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ട് റോബർട്ട് ബാൾവിന് ഒരു ജോലി ഓഫർ ചെയ്തു, വാഗ്ദാനം ചെയ്തു. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി. ഇത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കുള്ള റിവാർഡ്, പ്രതിഫലമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനന്ദനമായിരുന്നു. അപ്പൊ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എല്ലാ കൂട്ടുകാരും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടും പഠിച്ചു വെക്കുക. ഇവിടെ തന്നത് ഒരു ഷോർട്ട് ക്യാരക്ടർ സ്കെച്ചാണ്. ഇത്രയെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് വാങ്ങി പരീക്ഷയ്ക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ രേഖപ്പെടുത്താനും മറക്കരുത്. ബൈ ബൈ.